നമ്മുടെ ഉമ്മറാക്കൾ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, യുവാക്കളെ, സുദീർഘമായ ഒരു പ്രഭാഷണം ഇപ്പോൾ സമയവും ഇല്ല, ബാങ്കാവാൻ സമയമായിക്കൊണ്ട് വരികയാണ്. അതിൻ്റെ ഉള്ളിലായി കുറച്ച് സമയം മാത്രം സംസാരിക്കും. അള്ളാഹു നമ്മുടെ മജ്ലിസ് നല്ല പൊരുത്തപ്പെട്ട മജ്ലിസായിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഈ നല്ല മജ്ലിസിന് വേണ്ടി ഒരുപാട് മോമിനീങ്ങൾ നമ്മുടെ ഈ നാട്ടിലെ, ഗൾഫിലുള്ള, വിദേശത്തുള്ള, ഒരുപാട് പുറത്തുള്ള പ്രിയപ്പെട്ട യുവാക്കളും മോമിനുകളും, ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട മോമിനുകളും, ഒരുപാട് ആൾക്കാർ നല്ല കഠിന അധ്വാനിച്ച ഒരു ഫലമാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് അവരൊക്കെ മറക്കാൻ കഴിയില്ല. അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അവർ എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ടാണോ നമ്മുടെ മജ്ലിസിലേക്ക് അവർ സഹകാരമൊക്കെ ചെയ്തത്, മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. സഹോദരന്മാരെ, നാം എല്ലാവരും ഇവിടെ വന്നത് ഉസ്താദുമാരെ വാദ് കേൾക്കാനല്ല. നാം വന്നത് നമ്മുടെ ചെറിയ പിഞ്ചു കുട്ടികളെ ആ പാട്ടും പ്രസംഗവും അവിടുത്തെ സംഭാഷണവും ആ കുട്ടികൾ കാട്ടുന്ന ഓരോ അവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാനും സന്തോഷിക്കാനും വേണ്ടിയാ. അതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് സമയം മാത്രം ബർക്കത്തിന് വേണ്ടി പറയുക എന്നതാണ്. ഈ മദ്ഹ് ഇന്നലെ തുടങ്ങിയതല്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് അന്ന് സ്വഹാബത്ത് ഹബീബായ നബി തങ്ങളെ നല്ലോണം എത്ര കഴിയുമോ അത്രത്തോളം മദ്ഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. നല്ല പാട്ട് പാടുന്ന, നല്ല പദ്യം ചൊല്ലുന്ന സ്വഹാബത്ത് ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടാൻ വേണ്ടി മാത്രം അള്ളാഹുവിന്റെ ആ മദീന പള്ളിയിൽ സ്റ്റേജ് കെട്ടി കൊടുത്തിരുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോ അന്ന് പാടിയ ഒരു സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നല്ലോണം ഹബീബായ നബി തങ്ങളെ മദ്ഹ് പാടി. എവിടെ? പള്ളിന്റെ ഉള്ളിലാണ്. ഹബീബായ നബി തങ്ങൾ അവിടെ ഹാളിറ. ആ മജ്ലിസുൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നല്ലൊരു പാട്ട് പാടുന്നു. ആ പാട്ട് പാടിയിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവർക്ക് ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ സന്മാനം കൊടുക്കുകയാ, ബഹുമാനം കൊടുക്കുകയാ. നമ്മൾ ഇവിടെ കുട്ടികൾ പാടിയിട്ട് പ്രസംഗിച്ചിട്ട് സന്മാനം കൊടുക്കുന്നുണ്ടല്ലോ. ഇത് ഇന്നലെ വന്നതല്ല. ഹബീബായ നബി തങ്ങളെ കാലത്ത് തന്നെ ഉണ്ട് പ്രൈസ് കൊടുക്കുന്ന ഒരു നല്ലൊരു സമ്പ്രദായം. ഇന്നലെ തുടങ്ങിയതല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല പ്രൈസ് കൊടുക്കുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക്. എന്താണ് ആ പ്രൈസ്? അവിടുത്തെ ശറഫാകപ്പെട്ട കഴുത്തിലുണ്ടായിരുന്ന നല്ല ഷാള് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്കതാ അണിയിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്തായി, എന്ത് മനസ്സിലായി? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ അവിടുത്തെ മദ്ഹ് പാടിക്കൊണ്ടിരുന്നു. ഹബീബായ നബി തങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ചരിത്രങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. ആ ചരിത്രത്തിന്റെ ബാലപാഠ പോലും പഠിക്കാതെ, അതിന്റെ വിശദീകരണം പോലും പഠിക്കാതെ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച കിതാബുകൾ അതാ മൂലക്ക് എറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല, സ്വലാത്ത് ചൊല്ലിക്കൂടാ, മൗലിദ് ഓതിക്കൂടാ എന്നിങ്ങനെ ഒരുപാട് ആൾക്കാർ, അല്ല കുറഞ്ഞു പോയി ഒരുപാടെന്ന് പറയേണ്ട ആവശ്യമില്ല, കുറച്ച പേർ വിവരമില്ലാതെ അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു കൊടുക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കാലഘട്ടത്തിൽ നബി തങ്ങളെ മദ്ഹ് പാടിക്കൊണ്ടിരുന്നു. അവിടുന്നതാ നബി തങ്ങളെ സപ്പോർട്ട് ആക്കുമായിരുന്നു. അതിന് എതിരൊന്നും പറഞ്ഞില്ല, അത് ശിർക്കാണെന്ന് പറഞ്ഞില്ല, അത് പാടില്ലെന്ന് പറഞ്ഞില്ല. ഇനി നബി തങ്ങളെ മീലാദ് വരുമ്പോ എങ്ങനെ? നബി തങ്ങളെ മീലാദ് വരുമ്പോ പള്ളികൾ അലങ്കരിക്കുക, വീടുകൾ അലങ്കരിക്കുക, നമ്മുടെ മദ്രസ അലങ്കരിക്കുക. ഇത് ഈമാനുള്ളവരുടെ അടയാളമാ. ഈമാൻ ഖൽബിലുണ്ടോ? ഈമാൻ വിശ്വാസം ഹൃദയത്തിലുണ്ടോ? ഹബീബായ നബി തങ്ങളെ ജന്മദിനം വരുമ്പോ സന്തോഷിക്കാതെ നിർവാഹമില്ല. സന്തോഷിച്ചേ പറ്റൂ മുഅ്മിനീങ്ങളെ. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഓതിയില്ലേ സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്ത്, വബിറഹ്മതിഹി. ആരാ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം? റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി തങ്ങളെ ജന്മദിനം വരുമ്പോ സന്തോഷിക്കണം. ഹൃദയത്തിൽ ഈമാനുള്ളവർ, ഖൽബിൽ ഈമാനുള്ളവർ. ഈമാൻ നഷ്ടപ്പെട്ടു പോയവൻ പറയുന്ന വാക്കെന്താ? അത് ശിർക്കല്ലേ, ജാഥ പോകുന്നത് ശിർക്കല്ലേ, റോഡ് ബ്ലോക്ക് ആക്കുന്നതല്ലേ, അത് തെറ്റല്ലേ? ഈമാൻ കുറഞ്ഞവന്റെ അടയാളമാ. പള്ളി അലങ്കരിക്കരുത് എന്ന് പറയുന്നവനില്ലേ, അവൻ ഈമാനിന്റെ കുറവാ. അല്ലാഹു നമ്മളെ കൊടിപ്പാടിയിലെ പ്രിയപ്പെട്ട എന്റെ മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യമുള്ളവരാ, എത്ര നല്ല തൗഫീഖ് കിട്ടിയവരാ. നബി തങ്ങളെ ജന്മദിനം വരുമ്പോ പല്ല് നല്ല അലങ്കരിക്കുന്നു, അത് ഈമാനിന്റെ ഭാഗമെന്ന് നാം പഠിച്ചു. മദ്രസ നല്ല അലങ്കരിക്കുന്നു, മൊത്തം നാം നല്ല സന്തോഷിക്കുന്നു. ഇത് ഈമാനുള്ളവരുടെ അടയാളമാണ്. അല്ലാഹ് നമ്മുടെ ഈമാൻ ശക്തിയാക്കി നല്ല വറച്ച വിശ്വാസം നൽകണേ അല്ലാഹ്. മറ്റൊരു സംഭവം ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, വന്നുകൂടി ഇങ്ങ നോക്ക്, ഒന്നുകൂടി നമ്മുടെ ഹൃദയത്തിൽ നല്ല ഈമാൻ വിശ്വാസം വറക്കാൻ വേണ്ടി സ്വഹാബിയായ അതാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒറ്റൊരു ചരിത്രം, ചെറിയൊരു സംഭവം ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ സ്വഹാബിയ
നബി തങ്ങളെ മൂത്താപ്പയാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ സ്വഹാബിയ നബി തങ്ങളെ മൂത്താപ്പ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്ന യാ റസൂലല്ലാഹ് സ്വഹാബിയാണ് ചോദിക്കുന്നത് നബിയെ യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു യാ റസൂലല്ലാഹ് അൻ അംദിഹക നിങ്ങളെ മദ്ഹ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യാ റസൂലല്ലാഹ്. അപ്പോ നിങ്ങളെ മദ്ഹ് ഞാൻ പറയട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ എന്താ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഫഖാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ഖുൽ യാ അബ്ബാസ് നല്ലോണം പറഞ്ഞോലീ, നല്ലോണം അത് പറഞ്ഞോലീ. ആരാ പറയുന്നത്? മുഅ്മിനീങ്ങള്. നാവിൽ ഒരു വാകൊരു കളവ് ലാഞ്ചന പോലും പറയാത്ത അസാധാരണ വ്യക്തിത്വമുള്ള ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾ പറയുന്നു അബ്ബാസ് നിങ്ങൾ പറഞ്ഞോളീ. എന്നിട്ടോ ലാ യഫ്ളു ലില്ലാഹ് നിങ്ങൾ ധാരാളം അത് പറഞ്ഞോ. അബ്ബാസ് റളിയല്ലാഹു അൻഹു മൂത്താപ്പയോട് പറയുന്നു നിങ്ങൾ നല്ലോണം മദ്ഹ് പറഞ്ഞോ. മദ്ഹ് പറഞ്ഞാൽ നിങ്ങൾ വായക്ക് ബുദ്ധിമുട്ട് വരൂല. നിങ്ങളെ വായക്ക് ബുദ്ധിമുട്ട് വരൂല, ബായിക്ക് ബുദ്ധിമുട്ട് വരൂല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു മദ്ഹ് പാടി മുഅ്മിനീങ്ങളെ വീട്ടിൽ മൗലിദ് ഓതി, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് പാടാനായില്ല, പുറയിൽ നാം മൗലിദ് ഓതി. ആ മൗലിദ് ഓതുന്ന മജ്ലിസ് നാം പോയിരുന്നു. എന്നാലും മതി ആ മജ്ലിസ് വലിയ ബറക്കത്തുള്ള മജ്ലിസാണ്. എന്നിട്ടോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ വായക്ക് ബുദ്ധിമുട്ടൊന്നും വരൂല. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു 90 വർഷം ജീവിച്ചിതരു. എത്ര വർഷം? 90 വർഷം ഇവിടെ ജീവിച്ചു. ഒരു പല്ലിന് വേദന വന്നില്ല, ഒരു വേദന പോലും വന്നില്ല. മുഅ്മിനീങ്ങളെ അത്ര നല്ല പവർഫുള്ളാണ് ഹബീബായ നബി തങ്ങളെ മൗലിദ് ഓതിയ മദ്ഹ് പറഞ്ഞാൽ. ഞാൻ മുന്നാന്ന് ബില്ലാസ് നിങ്ങളോട് പറഞ്ഞില്ല മുഅ്മിനീങ്ങളെ? എന്താ പറഞ്ഞത്? വീട്ടിലോ പള്ളിയിലോ മഹല്ലത്തിലോ മൗലിദ് ഓതിയാൽ ആഫത്തുകൾ വരൂല, മുസീബാത്തുകൾ വരൂല, വൈറസുകൾ വരൂല, കള്ളമാര ശല്യമുണ്ടാവൂല.